ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു തൈര് സാധനം തയ്യാറാക്കാം. നമ്മൾ പൊതുവേ ഡുപ്പിയരി, പൊന്നിയരി ഇതൊക്കെ വെച്ചിട്ടാണ് തൈര് സാധനം തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന മട്ട റൈസ് കൊണ്ടാണ് ചെയ്യുന്നത്. മട്ട റൈസ് നമ്മൾ ചോറ് അധികം വരുമ്പോൾ നമുക്കിങ്ങനെ ചെയ്താൽ നല്ലപോലെ ടേസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ആദ്യം നമുക്ക് കടുക് താളിക്കാം. നമ്മളിത് മൺചട്ടിയിലാണ് വെക്കുന്നത്. തൈരൊക്കെ ചേർക്കുന്നത് കൊണ്ട് മൺചട്ടിയിലാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇഞ്ചി വേണം, കുറച്ച് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്. നല്ലെണ്ണയിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ നെയ്യിലും ചെയ്യാം. നെയ്യ് കുറച്ച് നല്ലെണ്ണയിൽ ചേർത്ത് ചെയ്യാം, വെളിച്ചെണ്ണ നല്ലെണ്ണയിൽ ചേർത്ത് ചെയ്യാം. നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം കടുക് താളിക്കാം. എരിക്ക് കുറച്ച് വറ്റൽമുളക് ഏറെ ഇട്ടാലും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല നെയ്യിൽ ആ വറ്റൽമുളക് മൂത്ത് കിട്ടുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർക്കാം. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് തനിയെ ചേർത്താലും നല്ലതായിരിക്കും. ഒന്നീ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും. അപ്പം നമുക്ക് ഇഞ്ചി എല്ലാം ചേർത്ത് നമ്മുടെ കടുകൊക്കെ താളിച്ച് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചോറും ചേർക്കാം. നമുക്ക് അധികം വന്ന ചോറാണെങ്കിൽ നമ്മൾ ഊറ്റിയെടുത്ത് തണുപ്പിച്ചതിന് ശേഷം ചേർക്കാം, അല്ലെങ്കിൽ പുതിയ ചോറ് ചെയ്താലും നല്ലതായിരിക്കും. മട്ട റൈസ് തൈര് സാധനം ചെയ്യുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഏറെ ചോറുണ്ടെങ്കിലും ഇത് ചെയ്ത് വരുമ്പം കുറച്ച് ചോറേ കാണുകയുള്ളൂ. നമുക്ക് ഒട്ടും ചോറ് വേസ്റ്റ് ആക്കാതെ ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് പുളി ഇല്ലാത്ത തൈരായിരിക്കും നല്ലത്. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ രാവിലെ ഉറയൊഴിച്ച് തൈര് ചേർത്താലായിരിക്കും നല്ലത്. ചിലർ പാലും തൈരും ഒരുമിച്ച് ചേർത്തും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാവിലെ ഉറയൊഴിച്ച് തൈര് ചേർത്താൽ മതിയാവും. നല്ല കട്ട ചേർത്ത് ചേർത്താൽ അത്രയും നന്നായിരിക്കും. നമുക്ക് തൈരിനകത്ത് നെയ്യുടെ അംശം കുറവുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്, അതും നല്ലതായിരിക്കും. നമുക്ക് തൈരും ചേർക്കാം, കുറച്ച് ഉപ്പും ചേർക്കാം. പച്ചമുളകും കടുവറുത്ത മുളകിൻ്റെയൊക്കെ നല്ല എരി ഉണ്ടാവും. നമുക്ക് വേറെ മുളകൊന്നും ചേർക്കേണ്ടതില്ല. തൈരും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. നമ്മൾ കലത്തിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കലത്തിൽ തന്നെ ഇങ്ങനെ ഇരുന്നാലും ഒരു പ്രശ്നവും വരികയില്ല. നമുക്കിനി നല്ലപോലെ ഇളക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം, അത് നല്ല മണമാണ്. നമ്മളത് ഗ്യാസ് ഓണാക്കി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് തൈരെല്ലാം വറ്റി വെള്ളമെല്ലാം വറ്റി വരുന്നവരെ നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ച് ചെയ്യാം. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ചമ്മന്തി ചെയ്യാം, ചുട്ടര ചമ്മന്തി ചെയ്യാം. നമ്മളെ കൊണ്ടാട്ട മുളകുണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. കൊണ്ടാട്ട മുളകിൽ എരി കൂടുതലാണെങ്കിൽ നമുക്ക് എരി കളഞ്ഞിട്ട് വറുത്തെടുത്താലും മതിയാവും. ചുട്ടരച്ച ചമ്മന്തിക്ക് പണ്ട് കനലിൽ ചുട്ടാണ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് അത് ഗ്യാസിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ തൈര് സാദം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കടുവറുത്ത മുളകൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും. നമ്മളൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടരച്ച ചമ്മന്തി കൂടെ തയ്യാറാക്കാം. നമ്മളിങ്ങനെ തേങ്ങാപ്പുളി ഒരു കമ്പിയിൽ നമുക്കിങ്ങനെ ഗ്യാസിൽ ചുട്ടെടുക്കാം. ഇത് കുറച്ച് കരിയൊക്കെ വരുവാണെങ്കിൽ അതൊന്ന് ചിരണ്ടി കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ മുളക് വറ്റൽമുളക് ചുട്ടെടുക്കാം. ചെറിയ ഉള്ളിയും ചേർത്ത് ആദ്യം തേങ്ങ മിക്സിയിൽ പൊടിച്ചതിന് ശേഷം നമുക്കെല്ലാം കൂടെ ചേർത്ത് കുറച്ച് പുളിയും ചേർത്ത് അരച്ച ചമ്മന്തി തയ്യാറാക്കാം. ചുടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ചും ചമ്മന്തി തയ്യാറാക്കാം. ഇതൊന്ന് ചിരണ്ടി കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. നമുക്കിനി കുറച്ച് കൊണ്ടാട്ട മുളകും കൂടെ വറുത്തെടുക്കാം. നമുക്ക് കൊണ്ടാട്ട മുളകിന് ഒരുപാട് എരിയാണെങ്കിൽ അത് നമുക്ക് ഒരു കമ്പി വെച്ചിട്ട് കുറച്ച് അരി കളഞ്ഞതിന് ശേഷം നമുക്ക് നെയ്യ് വറുത്തെടുത്താൽ നല്ല നെയ്യുടെ രുചി ഉണ്ടാവും.
തൈരിൽ ഇത് അത്ര ഉണക്കത്തില്ല, അതുകൊണ്ടാണ് ഇതിന് ഭയങ്കര എരി വരുന്നത്. പണ്ട് കാലത്ത് തൈരിലാണ് ഉണക്കിയെടുക്കുന്നത്, അപ്പം നല്ല നെയ്യുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് വറുത്തെടുത്താലും നല്ലതാണ്. അങ്ങനെ നമ്മുടെ തൈര് സാദവും ചമ്മന്തിയും മുളക് വറുത്തതും റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.